ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരുടെയും മുമ്പിൽ ഒരിക്കൽ കൂടെ ദൈവവചനം വരാൻ കർത്താവ് തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഇന്നലെ സമയത്തിനായി സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്നതോട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്യട്ടെ, അങ്ങയുടെ വചനം വിടുവിക്കട്ടെ, അങ്ങയുടെ വചനം സ്വാതന്ത്ര്യം കൊടുക്കട്ടെ. അടിയനിലൂടെ അങ്ങയുടെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. അങ്ങ് പ്രവർത്തിച്ചിരിക്കായി സ്തുതിക്കുന്നു. എല്ലാം നസ്രാനായ യേശുക്രിസ്തുവിനാൽ തന്നെ. ആമേൻ. ഇപ്പം ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഒരുപക്ഷെ ഇങ്ങനെ കൊടുക്കാം: നമ്മുടെ വാക്കുകളുടെ ശക്തി. ദ പവർ ഓഫ് അവർ വേർഡ്സ്. ഇതിനെപ്പറ്റി തുടക്കത്തിൽ ഈ വേദഭാഗം വായിച്ചു തുടങ്ങാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നത് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവസാനം പറയുന്ന അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ഇത് വായിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യമുണ്ട്: ജീവനും മരണവും അനുഗ്രഹവും ശാപവും എല്ലാം മുമ്പിൽ വെച്ചിട്ട് കർത്താവ് പറയുകയാണ് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ജീവനും മരണവും മുമ്പിൽ വെച്ചാൽ ആരാണ് ജീവനെ തിരഞ്ഞെടുക്കാതിരിക്കുന്നത്? അത് ഒരു പ്ലെയിൻലി ഒബ്വിയസ് അല്ല. കാരണം ജീവനും മരണവും മുമ്പിൽ വെച്ചേക്കുന്ന ആരാ ജീവനെ തിരഞ്ഞെടുക്കാതിരിക്കുന്നത്? ആരാ മരണം തിരഞ്ഞെടുക്കുന്നത്? വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നല്ല ഭക്ഷണവും വിഷം കലർന്ന ഭക്ഷണവും നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാൽ എല്ലാവരും നല്ല ഫുഡല്ലേ എടുക്കത്തുള്ളൂ. ആരാ വിഷം കലർന്ന ഭക്ഷണം എടുക്കാൻ പോകും? ജീവനും മരണവും ഫ്രണ്ടിൽ വെച്ചിട്ട് ജീവനെ തിരഞ്ഞെടുത്തു കൊടുക്കാൻ എന്തിനു പറയുന്നു? എല്ലാവരും ജീവനെ അല്ലേ തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേറൊരു വേദഭാഗം വായിക്കാം. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമുക്ക് ഈ രണ്ട് വേദഭാഗങ്ങളും കാണുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കർത്താവ് നമ്മുടെ മുമ്പിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട്. ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുമായിരിക്കും ആരാ ജീവനെ തിരഞ്ഞെടുക്കാത്തത്. പക്ഷേ ഈ അടുത്ത വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മരണത്തെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഓ പ്രൈസ് ദി ലോർഡ്. ജീവനും മരണവും വെച്ചിട്ടുണ്ട്, ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക എന്ന് കർത്താവ് പറയുമ്പോഴും മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മരണത്തെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ നാം ഒരുപക്ഷെ ചിന്തിക്കുന്നതിനും അപ്പുറം ശക്തിയുള്ളവയാണ്.
നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് മരണത്തെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. കാരണം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. വലിയൊരു കാര്യമാണ്. പലപ്പോഴും മനുഷ്യൻ അറിയുന്നില്ല. അവരുടെ നാവ് കൊണ്ട്, അവരുടെ വാക്കുകൾ കൊണ്ട് മനുഷ്യൻ അറിയാതെ മരണത്തെ തിരഞ്ഞെടുക്കുന്നു. അപ്പം മരണമെന്ന് ഉദ്ദേശിക്കുന്ന പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ഫിസിക്കൽ ഡെത്ത് ആയിരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവഹിതത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ദൈവഹിതത്തിലല്ലാത്തൊരു കാര്യം, അതിനെ മരണമായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഇപ്പോൾ ഒരു രോഗിയായ മനുഷ്യൻ, കർത്താവ് അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, കർത്താവിൽ രോഗസൗഖ്യം ലഭ്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് മരണം തിരഞ്ഞെടുക്കാൻ സാധിക്കും. കർത്താവ് പറയുന്നു, എൻ്റെ ജീവൻ, എൻ്റെ അനുഗ്രഹം, എൻ്റെ വചനത്തിലുള്ള അനുഗ്രഹം നീ തിരഞ്ഞെടുക്കുക. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവുകൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മരണത്തെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. കാരണം ദൈവവചനം ക്ലിയറായി പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നാം മരണവും ജീവനും കർത്താവ് നമ്മുടെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ ആരാണ് നാം മരണത്തെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്? കർത്താവ് ജീവനോ മരണോ വന്നേക്കാണ്, നീ ജീവനെ തിരഞ്ഞെടുക്കുക. പക്ഷെ ആരാണ് നമ്മെ കൊണ്ട് മരണത്തെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ഒരു വേദവാക്യനോട് ബന്ധപ്പെട്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. നമ്മുടെ നാവുകൾ കൊണ്ട് മരണത്തെ തിരഞ്ഞെടുക്കാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. അതവൻ്റെ വലിയൊരു തന്ത്രമാണ്. കർത്താവ് പറഞ്ഞേക്കുവാണ്, ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നീ ജീവനെ തിരഞ്ഞെടുത്തോളുക. പക്ഷേ നാം കണ്ടു, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് മരണത്തെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതാണ് പിശാച് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. ഇതിനോട് ബന്ധപ്പെട്ട്, ഈ പിശാചിൻ്റെ തന്ത്രത്തോട് ബന്ധപ്പെട്ട് ഒരു വേദഭാഗം വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 9-ാം വാക്യം, വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. വഷളൻ അഥവാ ദുഷ്ടൻ, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ പിശാച്, വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ വാക്കുകൾ കൊണ്ട് മരണത്തെ തിരഞ്ഞെടുപ്പിക്കാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. അതാണ് പിശാചിൻ്റെ തന്ത്രം. പക്ഷേ കർത്താവ് പറയുന്നു, എൻ്റെ ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നീ ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക. നിന്റെ നാവ് കൊണ്ട്, നിന്റെ വാക്കുകൾ കൊണ്ട് ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക. കാരണം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. പക്ഷേ നമ്മൾ കണ്ടു, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ നാവിനെ കൊണ്ട് നമുക്ക് മരണത്തെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതാണ് പിശാച് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് ജീവനെ തിരഞ്ഞെടുക്കാം. കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവനെ തിരഞ്ഞെടുക്കാം. അതല്ലോ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നാം എന്ത് കണ്ടു? ഒരേ ഒരു കാര്യം, കർത്താവ് നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ ജീവനും അനുഗ്രഹവും മരണവും വെച്ചിട്ടുണ്ട്. പക്ഷെ നാം കണ്ടു, അറിഞ്ഞോ അറിയാതെ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നാവ് കൊണ്ട് നമുക്ക് മരണത്തെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. കാരണം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കും. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് മരണത്തെ ജീവനെ തിരഞ്ഞെടുക്കാം. കർത്താവിൻ്റെ ജീവനെ, കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവനെ തിരഞ്ഞെടുക്കാം. ഇത് നമ്മൾ കണ്ടു. ഇപ്പം നമുക്ക് ഇത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിനോടുള്ള റെലവൻറ്റ് എക്സാമ്പിൾസിലോട്ട് നമുക്ക് പോകാം. ഞാനൊരു സമയത്ത് യൂട്യൂബിൽ കിടക്കുന്നൊരു കണ്ടൊരു സാക്ഷ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു സാക്ഷിയാണ്. ഇപ്പം ഒരു സ്ത്രീക്ക്
സ്ത്രീക്ക് 40 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ലിവറിന് വല്ലാത്തൊരു രോഗം, ലിവർ ഫിബ്രോസിസോ എന്തോ, ലിവറിന് വല്ലാത്തൊരു മരണകരമായൊരു രോഗം പിടിക്കപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീ ഒരു ദൈവദാസനോട് പ്രാർത്ഥിപ്പിക്കാൻ ചെന്നു. ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം വെളിപ്പെട്ടു. അദ്ദേഹം ഈ സ്ത്രീയോട് പിന്നെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ സ്ത്രീ തുറന്നു പറഞ്ഞ കാര്യം ഇതാണ്. ആ സ്ത്രീ വളരെ യങ്ങായിരുന്ന സമയത്ത്, പ്രായം കുറഞ്ഞ സമയത്ത് ആ സ്ത്രീയെ കല്യാണം കഴിപ്പിച്ചു. പക്ഷേ ഭർത്താവ് പുള്ളിക്കാരിയുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വന്നേയില്ല. ഭർത്താവ് ഭയങ്കര കുടിയനോ വല്ലാത്തൊരു ജീവിതമായിരുന്നു അവർക്ക്. പെട്ടെന്ന് 3 പിള്ളേരും അവർക്കായി. ഇവർ വല്ലാതെ വിഷമിച്ചു. കാരണം ഭർത്താവ് ഇത്രയും മോശമായിട്ട് ജീവിക്കുന്ന ഒരാൾ, 3 പിള്ളേർ. അപ്പോൾ പുള്ളിക്കാരി കാൽക്കുലേറ്റ് ചെയ്തു, എനിക്ക് 40 വയസ്സാകുമ്പോൾ എൻ്റെ ഏറ്റവും ഇളയ മോൾക്ക് 18 വയസ്സാവും, പിന്നെ എല്ലാവർക്കും തന്നെത്താനെ ജീവിക്കാനുള്ളൊരു പ്രാപ്തിയാവും. അപ്പോൾ പുള്ളിക്കാരി വളരെ വിഷമം കൊണ്ട്, നിരാശ കൊണ്ട് എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് 40 വയസ്സിൽ കൂടുതൽ ജീവിക്കേണ്ട, എനിക്ക് 40 വയസ്സ് വരെ ജീവിച്ചാൽ മതി, എനിക്ക് 40 വയസ്സ് വരെ ജീവിച്ചാൽ മതി എന്നാണ് പുള്ളിക്കാരുടെ നാവ് കൊണ്ട് എപ്പോഴും പറയും. കാരണം പുള്ളിക്കാരി വളരെ വിഷമത്തിലും നിരാശയിലുമായിരുന്നു. ഭർത്താവ് വല്ലാത്ത കുടിയനാണെന്ന് എൻ്റെ ഓർമ്മ. 3 പിള്ളേരോ. പുള്ളിക്കാരിക്ക് എങ്ങനെയും പിള്ളേരെ ഒന്ന് സെറ്റാക്കണം, അത് കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. നാവ് കൊണ്ട് നിരന്തരം പറയുമായിരുന്നു, എനിക്ക് 40 വയസ്സ് ജീവിക്കേണ്ട, 40 വയസ്സ് വരെ ജീവിക്കാൻ നാവ് കൊണ്ട് നിരന്തരം പറയുമായിരുന്നു. വേറൊരു ഭാഷ പറഞ്ഞ, നാവ് കൊണ്ട് നിരന്തരം മരണത്തെ ഏറ്റെടുക്കുമായിരുന്നു. 40 വയസ്സായി ലിവറിന് വല്ലാത്ത ഈ രോഗം പിടിപെട്ടു. നാവ് കൊണ്ട് മരണത്തെ തിരഞ്ഞെടുത്തു. ആ പുള്ളിക്കാരി, ദേവദാസൻ പ്രാർത്ഥിച്ച ആ പുള്ളിക്കാരി വിടുവിക്കപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിയത്തില്ല. പക്ഷേ ഒരു വളരെ ക്ലിയറായിട്ടൊരു എക്സാമ്പിളാണ്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഈ ഒരു എക്സാമ്പിൾ നോക്കാണ്ട് ആ സ്ത്രീ തൻ്റെ നാവ് കൊണ്ട് മരണത്തെ തിരഞ്ഞെടുത്തു. നിരന്തരമായ വാക്കുകൾ കൊണ്ട് പുള്ളിക്കാരി ആ രോഗത്തെ ഒരുപക്ഷെ നമുക്ക് പറയാം വിളിച്ചു വരുത്തി മരണത്തെ തിരഞ്ഞെടുക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവനെ തിരഞ്ഞെടുക്കാം. അപ്പം നമ്മൾ മരണത്തെ തിരഞ്ഞെടുക്കുന്ന എക്സാമ്പിൾ കണ്ടു. കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കുന്ന 1-2 എക്സാമ്പിൾസ് നമുക്ക് ദൈവവചനത്തെ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാക്കിയാൽ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എൻ്റെ നാവ് വേറൊരു ഭാഷ പറഞ്ഞാൽ നാവ് കൊണ്ട് കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ രക്ഷ, നിത്യജീവനെ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയും, നാവ് കൊണ്ട് കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ നിത്യജീവനെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി കർത്താവിൻ്റെ രക്ഷ മാത്രമല്ല, വേറെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ, കർത്താവിൻ്റെ ജീവൻ്റെ ഭാഗമായ അനുഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നോക്കാം. 91-ാം സങ്കീർത്തനം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. അത്യുന്നതന മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും ബലവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. വേറൊരു ഭാഷയിൽ പറഞ്ഞ, കർത്താവിൻ്റെ ജീവൻ്റെ ഭാഗമായ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, ആ ജീവൻ തിരഞ്ഞെടുക്കുന്ന ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, കർത്താവിൻ്റെ ജീവൻ നാവ് കൊണ്ട് തിരഞ്ഞെടുക്കുന്ന
തിരഞ്ഞെടുക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഈ എക്സാമ്പിൾ സങ്കീർത്തനക്കാർ നാവ് കൊണ്ട് കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ എക്സാമ്പിളോടെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഓ പ്രൈസ് ദി ലോർഡ്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായ കർത്താവിൻ്റെ ധൈര്യം നാവ് കൊണ്ട് തിരഞ്ഞെടുക്കുന്ന നമുക്കാണ് കാണാൻ സാധിക്കും. ഓ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഈ ഒരു എക്സാമ്പിൾ കാണാൻ കർത്താവിൻ്റെ അനുഗ്രഹമായ കർത്താവിൻ്റെ ധൈര്യം നാവ് കൊണ്ട് തിരഞ്ഞെടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കാം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവൻ്റെ ഫലം അനുഭവിക്കും. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കാം. നമ്മൾ എക്സാമ്പിൾസ് കണ്ടു. ഒരു മരണത്തെ തിരഞ്ഞെടുക്കുന്ന എക്സാമ്പിളും കണ്ട് ജീവനെ, കർത്താവിൻ്റെ പ്രൊട്ടക്ഷനെ, കർത്താവിൻ്റെ ധൈര്യത്തെ നാവ് കൊണ്ട് തിരഞ്ഞെടുക്കുന്നത് നാം കാണാൻ സാധിച്ചു. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കാം. പിറ്റേന്ന് നമ്മൾ കണ്ടു. നമ്മൾ എന്താണ് കണ്ടത്? ഒരേ ഒരു കാര്യം, ജീവനും മരണവും കർത്താവ് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കും. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് മരണത്തെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ജീവനെ തിരഞ്ഞെടുക്കാം. സങ്കടമായൊരു കാര്യം വെച്ചാൽ അറിഞ്ഞോ അറിയാതെയോ നാം നമ്മുടെ നാവ് കൊണ്ട് പലപ്പോഴും മരണത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട്. നാം അതിൻ്റെ ഉദാഹരണങ്ങളും കണ്ടു. ഒരു മരണത്തെ തിരഞ്ഞെടുത്ത ഉദാഹരണങ്ങളും കണ്ടു. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, കർത്താവിൻ്റെ ധൈര്യം, കർത്താവിൻ്റെ ജീവൻ്റെ ഭാഗമായ കർത്താവിൻ്റെ പ്രൊട്ടക്ഷനും ധൈര്യം നാവ് കൊണ്ട് തിരഞ്ഞെടുക്കുന്നത് നാം അതിനുള്ള ഉദാഹരണങ്ങളും കണ്ടു. മരണവും ജീവനവും നാവിൻ്റെ അധികാരത്തിലേക്ക് നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കാം. ഇത്രയും നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്പെസിഫിക് എക്സാമ്പിളാണ് മോശയുടെ ഒരു എക്സാമ്പിളാണ്. മോശ എന്തുകൊണ്ട് കനാൻ ദേശത്തോട്ട് വന്നില്ല? എന്തുകൊണ്ട് മോശ ആ വാഗ്ദത്തം പ്രാപിച്ചില്ല? ഓഫ്കോഴ്സ് അതിന് പല കാരണങ്ങളും ദൈവചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഞാൻ അതിലോട്ട് ആക്ച്വലി പോകുന്നില്ല. അവിടെ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്ന സമയത്ത് കർത്താവ് ഒരു പ്രാവശ്യം അടിക്കാൻ പറഞ്ഞു, പിന്നെ 2 പ്രാവശ്യം അടിച്ചെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ അതിലോട്ട് പോകുന്നില്ല. അതിനോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു വേദഭാവം മാത്രം നമുക്ക് വായിക്കാം. 106-ാം സങ്കീർത്തനം 32-33 വാക്യങ്ങൾ. മെരീബ വെള്ളത്തെങ്കിലും അവർ അവനെ കോപിപ്പിച്ചു, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അവർ അവൻ്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മെരീബ വെള്ളത്തിനെങ്കിലും കോപിപ്പിച്ചു, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അവർ അവൻ്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. അവർ അവനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അവൻ്റെ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. അപ്പം ഈ ഒരു എക്സാമ്പിൾ, മെരീബ വെള്ളത്തിങ്കൽ മോശ അവിവേകം സംസാരിച്ചു പോയി എന്ന് പറയുന്നു. സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട, മോശ ഈ സമയത്ത് കർത്താവിനെ ശപിക്കുകയോ ഒന്നും ചെയ്തില്ല, ഡെഫിനറ്റ്ലി ചെയ്തില്ല. ഇനി മോശ ആ സമയത്ത് ദേഷ്യം വന്ന് മനുഷ്യനെ ശപിച്ചോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ ശാപവാക്കുകളോ പറഞ്ഞതായിട്ടല്ല ഈ വേദഭാവം പറയുന്നത്. അവർ അവനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അവൻ്റെ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. അവിവേകം സംസാരിച്ചു പോയി. എനിക്ക് പൂർണ്ണമായിട്ടും ദൈവവചനത്തിൽ നിന്ന് അത്രയും കോൺഫിഡൻസോടെ പറയാൻ ഒക്കുന്നില്ലെങ്കിൽ പോലും എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇങ്ങനെ
അധരങ്ങളാൽ അവിവേകം സംസാരിച്ച്, കോപം വന്നപ്പോൾ അധരങ്ങളാൽ അവിവേകം സംസാരിച്ച് മോശ അറിയാതെ ഈ കേസിൽ, വാഗ്ദത്ത നിവൃത്തിയുടെ കേസിൽ, തൻ്റെ അധരം കൊണ്ട് മരണത്തെ തിരഞ്ഞെടുത്തു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയാമല്ലോ, ഇന്ന് കുറേ റീസൺസ് കൊണ്ട് എന്നോട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഈ വേദഭാഗം പറയുന്ന ഒരു കാര്യത്തിലോട്ട് മാത്രം മുന്നോട്ട് പോകണം. കോപത്താൽ അവിവേകം സംസാരിച്ചപ്പോൾ മോശ അറിയാതെ തൻ്റെ അധരം കൊണ്ട് വാഗ്ദത്ത നിവൃത്തിയുടെ കാര്യത്തിൽ മരണത്തെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് മോശ ആ വാഗ്ദത്തം പ്രാപിക്കാതെ പോയോ? ഓ പ്രൈസ് ദി ലോർഡ്. സ്പെസിഫിക് ആയിട്ട് പറയുന്നു, മോശ കർത്താവിനെ ശപിച്ചില്ല. ഇനി മനുഷ്യനെ ശപിച്ചല്ലോ, അതും ഇവിടെ പറയുന്നില്ല. ശാപവാക്കുകളെന്ന് പറയുന്നില്ല. കോപം വന്നപ്പോൾ അതിൻ്റെ അധരം കൊണ്ട് അവിവേകം സംസാരിച്ചു പോയി. അങ്ങനെ ചെയ്തത് കൊണ്ട്, തൻ്റെ നാവ് കൊണ്ട് മോശ അറിയാതെ മരണത്തെ തിരഞ്ഞെടുത്തുവോ? അതുകൊണ്ട് മോശ കനാൻ ദേശം കണ്ടില്ലയോ? പ്രൈസ്. അത്ര ഭയങ്കരമായൊരു സത്യം. മോശ ശാപവാക്ക് പറഞ്ഞില്ല. കോപം വന്നപ്പോൾ അധരം കൊണ്ട് അവിവേകം സംസാരിച്ച് താൻ അറിയാതെ തന്നെ ഈ വിഷയത്തിൽ, കനാൻ ദേശത്തിൻ്റെ വിഷയത്തിൽ മോശ മരണത്തെ തിരഞ്ഞെടുത്തുവോ? മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ അധരം കൊണ്ട് ജീവനെ തിരഞ്ഞെടുക്കാം, അല്ലെ മരണത്തെ തിരഞ്ഞെടുക്കാം. മെരീബാ വെള്ളത്തിങ്കൽ കോപം വന്നപ്പോൾ അവിവേകം സംസാരിച്ച് താൻ അറിയാതെ മോശ തൻ്റെ അധരം കൊണ്ട് മരണത്തെ തിരഞ്ഞെടുത്തുവോ? അതുകൊണ്ട് മോശ ഈ വിഷയത്തിൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. നമ്മളെ ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു വേദഭാഗം മാത്രം നമുക്ക് വായിച്ചു പോവാം. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 27-ാം വാക്യം. പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കൊള്ളുക. ഈ യോർദാൻ നീ കിടക്കയില്ല. കോപം വന്നപ്പോൾ അവിവേകം സംസാരിച്ചപ്പോൾ തൻ്റെ അധരങ്ങളാൽ മോശ അറിയാതെ മരണത്തെ തിരഞ്ഞെടുത്തു. മരണവും ജീവനും നമ്മുടെ നാവിൻ അധികാരത്തിലിരിക്കുന്നു. നമുക്കിതിന്ന് മനസ്സിലാക്കാം. അറിഞ്ഞറിയാതെ നാമും പല വിഷയത്തിലും മരണത്തെ തിരഞ്ഞെടുക്കുന്നവരായി. നമുക്ക് കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കാം. ഈ ഒരു വിഷയത്തിൽ, ഈ 106-ാം സങ്കീർത്തനത്തിൻ്റെ വേദഭാഗത്തിന് ബന്ധപ്പെട്ട് എൻ്റെ ചോദ്യം ഇതാണ്. കോപം വന്നപ്പോൾ, മെരീബാ വെള്ളത്തിങ്കൽ കോപം വന്നപ്പോൾ അധരങ്ങളാൽ അവിവേകം സംസാരിച്ച് മോശ തൻ്റെ അധരത്താൽ അറിയാതെ മരണത്തെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് മോശ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ലേ? നമുക്ക് നമ്മുടെ അധരം കൊണ്ട് കർത്താവിൻ്റെ ജീവനെ, കർത്താവിൻ്റെ അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കാം. അങ്ങനെ നമുക്ക് മുന്നേറാം. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു കൂടെ പറയുന്നു, ഈ കേസിൽ മോശ കർത്താവിനെ ശപിച്ചില്ല. മനുഷ്യനെ ശപിച്ചായിട്ടും എനിക്കറിയത്തില്ല. പക്ഷേ ഈ കേസിൽ കോപം വന്നപ്പോൾ അവിവേകം സംസാരിച്ച് മോശ അറിയാതെ മരണത്തെ തിരഞ്ഞെടുത്തുവോ? അതുകൊണ്ട് മോശ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ലയോ? എന്നോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞ ഒരു വേദഭാഗം കൂടെ നമുക്ക് വായിച്ചു പോവാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, ഓ പ്രൈസ് ദി ലോർഡ്, ശാപവാക്കെന്നല്ല ഇവിടെ പറയുന്നത്. കർത്താവിനെ ശപിക്കുന്നതോ മനുഷ്യനെ ശപിക്കുന്നതിനെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. ഏത് നിസ്സാര വാക്കിനും ന്യായദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോപം വന്നപ്പോൾ അവിവേകം സംസാരിച്ച് മോശ തൻ്റെ അധരത്താൽ അറിയാതെ മരണത്തെ തിരഞ്ഞെടുത്തു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര ഭയങ്കരമായ സത്യം! എത്ര ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായദേശത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓ കോപം വന്നപ്പോൾ അധരങ്ങളാൽ അവിവേകം സംസാരിച്ച് മോശ മറിയാതെ മരണത്തെ തിരഞ്ഞെടുത്തു. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട്, അധരം കൊണ്ട് നമുക്ക് ജീവനെ തിരഞ്ഞെടുക്കാം. കർത്താവിൻ്റെ ജീവനെ, അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കാം. കർത്താവ് ചോയ്സ് നമുക്ക് തന്നിട്ടുണ്ട്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമുക്ക് ഓരോ അവസ്ഥയിലും, ഓരോ സിറ്റുവേഷനിലും നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് ജീവനെ, കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കാം.
പ്രൈസ് ദി ലോർഡ്. നമ്മളെന്തൊക്കെ കണ്ട ഒരു കാര്യമുള്ളൂ. ക്വിക്ക് റീക്യാപ്പ് നമുക്ക് നടത്താം. കർത്താവ് ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് ജീവനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മരണത്തെ തിരഞ്ഞെടുക്കാം. മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുത്ത് മുന്നേറാം. നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ കണ്ടു. മരണത്തെ തിരഞ്ഞെടുത്ത ഉദാഹരണവും കണ്ടു. കർത്താവിൻ്റെ ജീവനെ, കർത്താവിൻ്റെ പ്രൊട്ടക്ഷനെ, കർത്താവിൻ്റെ ധൈര്യത്തെ തിരഞ്ഞെടുത്തത് നമുക്ക് കണ്ടു. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഉദാഹരണം കണ്ട് മോശയുടെ വിഷയത്തിൽ ശാപവാക്ക് പറഞ്ഞല്ല, കോപം വന്നപ്പോൾ അവിവേകം സംസാരിച്ച് ഒരുപക്ഷെ മോശ അറിയാതെ തൻ്റെ അധരം കൊണ്ട് മരണത്തെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് മോശ വാക്തത്വം നിവൃത്തി പ്രാപിച്ചില്ലേ. എന്നോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞ ഒരു വാക്കുന്നുണ്ട്, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായോദയത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇത്ര ഭയങ്കരമായ സത്യം. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് നിരന്തരം ജീവനെ, കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കുക. ഇത്രയൊക്കെ വരുമ്പം ഇത് മെസ്സേജ് കുറേ പ്രിപ്പയർ ചെയ്തപ്പോഴേക്കും എനിക്കൊരുമാതിരി പേടി പോലായി. ഇനി ഇത്രയും വലിയ കാര്യമാണോ, ഇത്രയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ നാവ് കൊണ്ട് ജീവനെ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ് കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ വാക്ക് കൊണ്ട് നല്ലത് സംസാരിക്കുന്നത്? ഇത്രയും ഭയങ്കരമായ കാര്യങ്ങൾ, ഇത്രയും ഭയങ്കരമായ കോൺസിക്വൻസ് ഒക്കെ നമ്മൾ കണ്ടു. നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ കുറച്ച് ഭയം വന്നെന്ന് വരാം. നമുക്ക് ഭയം ഒരു ചോദ്യം കൂടെ വന്നു വരാം, എങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്? പലപ്പോഴും ഇതിനോട് ബന്ധപ്പെട്ട് സങ്കീർത്തനക്കാരൻ ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതിയ ഒരു ഭാഗം വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 39-ാം സങ്കീർത്തനം 1-ാം വാക്യം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. നമ്മളെ അനേകരെ പോലെ ദാവീദ് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. വളരെ നല്ല കാര്യം. വേറെ ഭാഷ പറഞ്ഞാൽ നാവ് കടിച്ചു പിടിച്ചാണേലും നാവ് കൊണ്ടൊന്നും പറയത്തില്ല എന്നുള്ള തീരുമാനത്തിൽ ദാവീദ് നിൽക്കുക. വളരെ നല്ല കാര്യം. അതിനോടുള്ള അടുത്ത വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ഉരിയാടാതെ ഉപമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാം, നാവ് കൊണ്ട് പറയത്തില്ല, കടിച്ചു പിടിച്ചാണേലും കൺട്രോൾ ചെയ്യാൻ നിൽക്കുമ്പോൾ, പക്ഷേ അത് എത്രത്തോളം കൺട്രോൾ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് അനേകർക്ക് സംഭവിക്കുന്ന സങ്കടം പൊങ്ങി വന്നു. സ്തോത്രം. അപ്പോൾ ഇനി എന്താണ് പറ്റിയത്? നമുക്ക് ഒന്നുകൂടെ വേദഭാഗം വായിച്ചു പോകാം. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. നാവ് കൊണ്ട് പാപം ചെയ്തിരുന്ന ദാവീദ് കടിച്ചു പിടിച്ചാണ് നാവിനെ പിടിച്ച് പിടിച്ച് നിർത്തുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. സങ്കടം പൊങ്ങി വന്നു, ഹൃദയത്തിന് ചൂട് പിടിച്ചു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ സമയത്ത് വാ തുറന്നാൽ എന്തുവാ വരാൻ പോകുന്നത്? കൺട്രോൾ കിട്ടുമെന്ന് എൻ്റെ അഭിപ്രായത്തിലില്ല. വാ കൊണ്ട് ഒരുപക്ഷെ പിറുപിറുപ്പും നിരാശയും മനുഷ്യനെ അസഭ്യം പറയുകയൊക്കെ ഈസി ആയിട്ട് വരാവുന്നൊരു സിറ്റുവേഷൻ. സങ്കടം പൊങ്ങി വന്നു, ഹൃദയത്തിൽ ചൂട് പിടിച്ചു. പക്ഷെ അതിനടുത്തുള്ള വേദഭാവം വളരെ 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 എന്നെ ചിന്തിപ്പിച്ചാണ്. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടിച്ചു പിടിച്ചിരിക്കുന്ന സങ്കടം പൊങ്ങി വന്നു, ഹൃദയത്തിന് ചൂട് പിടിച്ചു. ആ സമയത്ത് നാവെടുത്ത് തുടങ്ങിയ ഇവിടെ നിൽക്കുമെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ആ സമയത്ത് മനോഹരമായി പറയുന്നു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ച എന്താണ്? മനോഹരമായൊരു പ്രാർത്ഥന. യഹോവേ എൻ്റെ അവസാനത്തെ എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണം. എന്താണ് ഇവിടെ സംഭവിച്ചത്? നാവ് കടിച്ചു പിടിച്ചിരിക്കുമ്പോൾ സങ്കടം പൊങ്ങിയെന്ന് ഹൃദയത്തിന് ചൂട് പിടിച്ചു. പക്ഷേ എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. എന്താണ് ധ്യാനം? ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം അപ്പോൾ ദൈവവചനം ധ്യാനിച്ച് കാണും.
അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ദൈവവചനം ധ്യാനിച്ച് നാവെടുത്ത് സംസാരിച്ചപ്പോൾ അസഭ്യമോ പിറുപിറുപ്പോ ഒന്നുമല്ല, കർത്താവിനോടുള്ള മനോഹരമായൊരു പ്രാർത്ഥന. ഓ പ്രൈസ്, എത്ര മനോഹരമായൊരു വേദഭാവം. കടിച്ചു പിടിച്ചിരിക്കുന്നു, സങ്കടം പൊങ്ങി വരുന്നു, ഹൃദയത്തിന് ചൂട് പിടിക്കുന്നു. ആ സമയത്ത് നാവ് തുറന്നാ പോയി, എവിടെയാ നിൽക്കുന്നിടത്തില്ല. പക്ഷെ ആ സമയത്ത് സങ്കീർത്തനക്കാരൻ വചനം ധ്യാനിക്കുന്നു. അത് കഴിഞ്ഞ് നാവ് തുറന്നപ്പോൾ മനോഹരമായൊരു പ്രാർത്ഥന വരുന്നു. ഓ, എത്രത്തോളം ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ അത്രത്തോളം നമുക്ക് നല്ലത് സംസാരിച്ച് കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. പ്രേസ് ഒരിക്കലും ഞാൻ പറയട്ടെ, സങ്കീർത്തനക്കാരൻ ആ സമയത്ത് ദൈവവചനം ധ്യാനിച്ച് വാതുറന്നപ്പോൾ മനോഹരമായ പ്രാർത്ഥന. എത്രത്തോളം കർത്താവിൻ്റെ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ അത്രത്തോളം നമ്മുടെ നാവ് കൊണ്ട് നല്ലത് സംസാരിച്ച് കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു വേദങ്ങൾ വായിച്ച് ക്ലോസ് ചെയ്യാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിലും ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. ഈ സമയത്ത് സങ്കീർത്തനക്കാരൻ ചൂട് പിടിച്ച് സങ്കടം പോകുന്ന ഹൃദയത്തിൽ ചൂട് പിടിച്ചിരിക്കുമ്പോൾ വാതുറന്ന് എന്തൊക്കെ പറയാവുന്ന സാഹചര്യത്തിലും വചനം ധ്യാനിച്ചു. വചനത്തിൻ്റെ സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം വാതുറന്നപ്പോൾ മനോഹരമായൊരു പ്രാർത്ഥന. എത്രത്തോളം ദൈവവചനത്തിൻ്റെ സത്യങ്ങളാൽ നാം നിയന്ത്രിക്കപ്പെടുന്നു അത്രത്തോളം നമ്മുടെ നാവ് കൊണ്ട് നല്ലത് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അത്രത്തോളം കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളാൽ നാം നിയന്ത്രിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നമുക്ക് വചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വെക്കാൻ സാധിക്കുന്നത്? അത് നമുക്ക് വേറൊരു മെസ്സേജിൽ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഇത്രത്തോളം നമുക്ക് പറഞ്ഞാൽ ക്ലോസ് ചെയ്യാം. എത്രത്തോളം ദൈവവചനത്തിൻ്റെ സത്യങ്ങളാൽ നാം നിയന്ത്രിക്കപ്പെടുന്നു അത്രത്തോളം നമ്മുടെ നാവ് കൊണ്ട് നല്ലത് പ്രസ്താവിക്കാൻ നമുക്ക് സാധിക്കും. അത്രത്തോളം നമുക്ക് കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. നാം എന്തൊക്കെ കണ്ടു? മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. കർത്താവ് നമ്മുടെ മുമ്പിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട്. നമുക്കൊന്നുകിൽ കർത്താവിന് ജീവനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മരണത്തെ തിരഞ്ഞെടുക്കാം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവ് കൊണ്ട് നാം മരണത്തെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്, തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ തിരഞ്ഞെടുത്ത് മുന്നേറാം. അവസാനമായിട്ട് നമ്മൾ കണ്ട് എത്രത്തോളം ദൈവവചനത്തിൻ്റെ സത്യങ്ങളാൽ നാം നിയന്ത്രിക്കപ്പെടുന്നു അത്രത്തോളം നമ്മുടെ നാവ് കൊണ്ട് കർത്താവിൻ്റെ ജീവനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നലെ സമയത്തിനായി സ്തുതിക്കുന്നു. വചനഘോഷ പരാടിയെ ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. പലപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ മരണത്തെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കും. അത് വേണ്ടപ്പ. മരണവും ജീവനും അങ്ങയുടെ നാവിൻ്റെ അധികാരത്തിൽ തന്നിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ അവസ്ഥയിലും അങ്ങയുടെ ജീവൻ, അങ്ങയുടെ അനുഗ്രഹം തിരഞ്ഞെടുപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. നാവ് കൊണ്ട് കർത്താവെ നിരാശയുടെ വാക്കുകളോ വിഷമത്തിൻ്റെ വാക്കുകളോ കർത്താവെ അങ്ങനെ പറയാനില്ല. അപ്പോൾ ഓരോ അവസ്ഥയിലും അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ വചനം, അങ്ങയുടെ സത്യങ്ങൾ സംസാരിച്ച് അങ്ങയുടെ ജീവൻ തിരഞ്ഞെടുപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് മുന്നേറാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ അവസ്ഥയിലും അങ്ങയുടെ ജീവൻ മതി, അങ്ങയുടെ അനുഗ്രഹം മതി. അത് ഞങ്ങളുടെ നാവ് കൊണ്ട് തിരഞ്ഞെടുപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ വരട്ടെ. വചനത്തിൻ്റെ സത്യങ്ങളാൽ ഞങ്ങൾ നിയന്ത്രിക്കപ്പെടട്ടെ. അങ്ങനെ ഞങ്ങളുടെ നാവിൽ നല്ല വാക്കുകൾ വരട്ടെ. ഓരോ അവസ്ഥയിലും അങ്ങയുടെ ജീവൻ ഞങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. ഞങ്ങൾ അങ്ങയിൽ മുന്നേറട്ടെ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും വെച്ച് പ്രാർത്ഥിക്കാം. അപ്പാ, ഇത് അവരുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ. വചനം കൂടുതൽ അവരുടെ ഹൃദയത്തിൽ വരട്ടെ. അവരുടെ നാവ് കൊണ്ട് അവർ ജീവനെ തിരഞ്ഞെടുക്കട്ടെ.
അങ്ങയിൽ മുന്നേറട്ടെ. എല്ലാം നസ്രായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.